ഹായ് ഹലോ. അപ്പോൾ ഈ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്ന എന്താ അറിയുമോ, നമ്മളിപ്പോൾ പുറത്തേക്കൊന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഓനിങ്ങനെ എല്ലാവരും റെഡി ആവണവരെ വെയിറ്റ് ചെയ്തിക്കും. അങ്ങനെ പോണതിന് കുറച്ച് മുന്നായിട്ട് ഓനൊന്ന് ബാത്റൂമിൽ പോകണം. ഇന്നെല്ലാവർക്കും ഓഫാട്ടോ. അപ്പം നമ്മളിവിടെ അടുത്ത് ലെഗസി എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റർ ഉണ്ട്. അവിടെ ഇങ്ങനെ ഈ ബോക്സിങ്, ഗെയിംസ്, ഡാൻസ് കാര്യങ്ങളെല്ലാം ട്യൂട്ടർ ചെയ്യുന്നൊരു സെൻറ്റർ ആട്ടോ. അപ്പം അതെങ്ങനെയാണ്, എന്താ സംഭവം എന്നൊക്കെ ഒന്ന് അറിയാമെന്ന് കരുതി ഇറങ്ങിയതാ. ഡാൻസിങ് പഠിക്കാൻ എനിക്ക് നല്ല താല്പര്യം കേട്ടോ. അതേപോലെ ബോക്സിങ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലമായിട്ട് അവർ ഇറങ്ങിയിട്ട്. സോ ഇതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോയി. അത് വേറൊന്നുമല്ല, ഇത് 8 to 19 ഏജ് റേഞ്ചിലുള്ള കുട്ടികൾക്കുള്ള സെൻറ്റർ കേട്ടോ, വലിയവർക്ക് അഡൾട്ട്സിനുള്ളതല്ല. ഇതിൻ്റെ ഉള്ളിൽ വൺ സെറ്റപ്പ് ആട്ടോ. ഡാൻസ്, ബോക്സിങ്, പിന്നെ സ്പോർട്സിൻ്റെ ടെന്നീസ്, ഷട്ടിൽ തുടങ്ങിയ എല്ലാ ഗെയിമുകളും ഉണ്ട് കേട്ടോ. അതേ നോക്കിയേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആളിപ്പോഴും ഇങ്ങനെ കേട്ടോ, 25% മാത്രമേ ഗ്രൂപ്പിലുണ്ടാവുള്ളൂ. പിന്നെ ഇത് എങ്ങനെ പോയിക്കോളും. നമ്മൾ പിന്നെ എന്താ ഇപ്പോൾ ചെയ്യുക, എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ എന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതേ ഒരു പാർക്ക് കണ്ടാൽ നമ്മളിവിടെ മൂക്കും കുത്തി വീഴുമെന്ന് പറഞ്ഞ പോലെയാണ്. എൻ്റെ വീഡിയോസിൽ ഫുള്ളും ഈ പച്ചപ്പും ഹരിതാപവുമായിരിക്കാം. UK-യിൽ ഈ പച്ചപ്പ് മാത്രമേ ഉള്ളൂ എന്ന് വരെ ആൾക്കാർക്ക് ചോദിക്കാൻ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഈ പാർക്കിനോട് വല്ലാത്തൊരു ഫീലാണ്. ഉള്ളിൽ കയറിയപ്പോൾ കുറേ ക്യൂട്ടായിട്ടുള്ള വുഡൻ സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ബിയർ, ഔള്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതിനേക്കാളും ക്യൂട്ടായിട്ടുള്ള വേറെ കുറേ കുഞ്ഞു സാധനങ്ങളുണ്ടായിരുന്നു. ഇതേ ആ പുല്ലിലൂടെ ഓടിക്കളിക്കുന്ന കുറേ എണ്ണം. ഈ ഓടണമല്ല കേട്ടോ, നേരത്തെ ഓടിയതാണ്. ഇത് ഞാൻ വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഓടുന്നതാണ്. അപ്പം ഞാനിന്ന് ഫുൾ ബേബീസിനെ കേട്ടോ കാണുന്നത്. എവിടെ നോക്കിയാലും ഇവിടുത്തെ ബേബീസിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഭയങ്കര കാമൻ, കൂൾ, പിന്നെ ഭയങ്കര എന്താ പറയുക, ഒരു ചെറിയ വയസ്സിൽ തന്നെ ഭയങ്കര മെച്യൂർഡായ പോലത്തെ ഒരു ബിഹേവിയറൊക്കെയാണ്. മെച്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ദേ കിടക്കുന്നു നോക്കി. അവിടെ കുഞ്ഞു കുട്ടികൾ ഇതിലും മെച്യൂർഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇവിടെ റോഡ് സൈഡ് റോസ്ബെറീസും സ്ട്രോബെറീസൊക്കെ ഉണ്ടാവും. അത് പറിച്ച് തിന്നലാണ് ആശാമാരെ പണി. അതും ഇതൊരു സെമിത്തേരിയുടെ സൈഡിലുള്ള ചെടി കേട്ടോ. നമ്മൾ ഈ സെമിത്തേരിയിൽ കയറാനൊക്കെ ഒരു പ്ലാനൊക്കെ ഇട്ടതാണ്. പക്ഷെ ടൈം ഇപ്പോൾ ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സെമിത്തേരി എന്ന് വെച്ചാൽ എല്ലാ കാസ്റ്റിൻ്റെയും ഗ്രേവിയാർഡ്സ് അതിലുണ്ട് കേട്ടോ. പിന്നെ അതിങ്ങനെ നടക്കുമ്പോഴാണ് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ ഫ്ലവേഴ്സ്, കുറേ ചെടികളൊക്കെ തൂക്കിയിട്ട് ഡെക്കറേഷനാണോ അതോ വിൽക്കാനാണോ എന്നറിയില്ലേ. അതുപോലെ പിന്നെ ഒരു സംഭവമാണ് ഒരു കുഞ്ഞു കാറ്, 2 പേർക്ക് ഇരുന്ന് പോകാനുള്ള കാറ്. ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലാണ്. പിന്നെ ഒരു അരോമാന്നോ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടൊരു ലോഞ്ച് കേട്ടോ. പേര് ഞാൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചില്ല. സംഭവം ഒരു ഷീഷയുടെ സെൻറ്ററാണ്. അതിൻ്റെ തൊട്ട് തന്നെ ഒരു പോലീസ് സ്റ്റേഷനും. നല്ല കോമ്പിനേഷൻ അല്ലേ. പോലീസ് കൊണ്ടേക്ക് നിർത്തിയിരിക്കുന്നുണ്ടല്ലേ. ഇതാണ് മരങ്ങൾക്കിടയിലൂടെ എന്നും പറഞ്ഞിട്ട് ഒരാൾ ആ മരത്തിൻ്റെ ഇടയിൽ കിടന്ന് എന്തൊക്കെയോ കാട്ടുണ്ടായി. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ വേഗം ഇറങ്ങി ഓടിയതാ. ദേ പറഞ്ഞ അടുത്ത ബേബി. ഞാൻ പറഞ്ഞില്ല ഇന്ന് ഫുള്ള് ബേബീസിനെ കാണുന്നതെന്ന്. പാർക്കിൽ പോയി ഞങ്ങളുടെ മെയിൻ പരിപാടിയാണ് ഈ ഊഞ്ഞാലാട്ടം. ഊഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല എന്ന് തോന്നും കേട്ടോ. മെച്യൂരിറ്റി കൂടിയ ആൾക്കാരായി പോയില്ലേ. മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ കുറച്ച് നേരം ഞങ്ങളപ്പം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഇതേ പോകുന്നു. ഈ ബേബി ഞാൻ നേരത്തെ പറഞ്ഞ മെച്യൂരിറ്റി ഉള്ള കുട്ടികൾ പെട്ടതാട്ടോ. എനിക്കത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. കാരണം ആ ഒരു റൈഡിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ആരും പിടിക്കാതെ കൊച്ച് 2 വയസ്സുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒറ്റയ്ക്ക് കയറിപ്പോകണം. ഡെയിലി വരുന്ന പാർക്കായതുകൊണ്ട് ചിലപ്പോൾ യൂസ്ഡ് ആയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ആ കുട്ടി ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ഭയങ്കര പേടി കേട്ടോ. വീഴോ എന്ന് ഞാൻ അടുത്തുനിന്ന് മാറുണ്ടായിരുന്നില്ല. എനിക്ക് ബേബീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ UK-യിൽ വന്നിട്ട് ഞാൻ മിസ് ചെയ്യുന്ന വേറൊരു മെയിൻ കാര്യം ഇത് തന്നെയാണ്. നമുക്കിവിടെ വീട്ടുകാരും കുടുംബമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളൊന്നുമില്ലല്ലോ, കുട്ടികളൊച്ചയൊന്നുമില്ലല്ലോ. ഇനി ഈ ഷോ ഇവിടുത്തെ ആൾക്കാരെങ്ങനെ നടക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നടന്നതാണ്. സംഭവം ഒന്നല്ല, മെയിനായിട്ട് ആ ബാഗി ഫാറ്റ് ഇട്ടതിൻ്റെ ഒരു ഷോ ആണ് കേട്ടോ. കൊള്ളാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? ബൈ ദ വൈ, നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മളിപ്പോൾ നേരെ ലിഡിലേക്ക് വന്നതാട്ടോ. ഈ ലിഡിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. നമ്മളെ ഫ്ലാറ്റിൻ്റെ ഏറ്റവും അടുത്തുള്ളതാണ്. പക്ഷെ നമ്മൾ യൂഷ്വലി പോകുന്ന ഒന്നുണ്ട്, അങ്ങോട്ടാണ് എപ്പോഴും പോവുക. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കയറി വെക്കാമെന്ന് കരുതി. ഇവിടെ സാധനങ്ങളുടെ റേറ്റ് എന്താണെന്ന് അറിയാമല്ലോ. ഞാനെപ്പോഴും ഈ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാറില്ല കേട്ടോ, ഇവരാണ് പോകാറ്. ഈ ബനാന കണ്ടില്ലേ, അതിനിവിടെ 78p ആണ്. ഈ ഒരു പാക്കറ്റിൽ 6 എണ്ണം ഉണ്ടാകും. അതായത് നാട്ടിൽ 78 rupees. അതേപോലെ ഒരു മാംഗോന് 85p. 85p എന്ന് പറയുമ്പോൾ 85 rupees. അതേപോലെ ഒരു പൈനാപ്പിൾ 99p, അതായത് 99 rupees. ഇതാണ് മറ്റേ സോസേജ്, ചിക്കൻ, അതിൻ്റെയൊക്കെ ഒരു സെക്ഷൻ കേട്ടോ.
ഇവിടെയാണ് അതൊക്കെ കീപ്പ് ചെയ്യുന്നത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ഈ സെക്ഷനിൽ നിന്ന് വാങ്ങിയിട്ടില്ല. വേറെ പുറത്തുള്ള ഷോപ്പുകളിലെ ചിക്കൻ്റെയും ഫിഷിൻ്റെ ഒക്കെ, അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് വാങ്ങാറ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ടോട്ടില റാപ്പ്, ഇവനാണ് ഇവിടുത്തെ മെയിൻ ഫുഡ് കേട്ടോ. അതായത് നമുക്ക് ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മളേറ്റവും സഹായിക്കുന്ന ഒരാളാണ്. 99p ആണ്, 99 രൂപ. എവിടെയൊക്കെ നിന്നാലും ഷെഫീക്ക് സ്റ്റക്കാവാത്ത ഒരേ ഒരു സ്ഥലമാണ് ഈ ചോക്ലേറ്റ് സെക്ഷൻ. പക്ഷെ ഞാൻ അവിടെ സ്റ്റക്കായിരിക്കും. അങ്ങനെ വല്ലാണ്ടൊന്നും എടുത്തില്ലെങ്കിലും എനിക്കിങ്ങനെ കുറേ പെറുക്കി കൂട്ടൽ ഒരു ശീലം കേട്ടോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വാങ്ങില്ലേ, എനിക്ക് അങ്ങനെ വല്ലാണ്ട് സ്വീറ്റ്സിനോട് താല്പര്യമില്ല. ഇനി ഇതാണ് നമ്മുടെ മിൽക്കിൻ്റെ സെക്ഷൻ. ഇവിടെ ഹോൾ മിൽക്ക്, സ്കിംഡ് മിൽക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഹോൾ മിൽക്ക് എന്ന് പറയുമ്പോൾ ഫുൾ കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്കിംഡിൽ കുറച്ച് കൊഴുപ്പൊക്കെ കുറവായിരിക്കും. 90p ആണ്, 90 രൂപ. ഇത് ഓൾറെഡി ബോയിൽഡായിട്ടാണ് വരുന്നത്. ഇവിടെ 1 കിലോഗ്രാം ജിഞ്ചറിന് 5.49, അതായത് 549 രൂപ. പിന്നെ കൊറിയാൻഡർ ലീഫ് 52p, 52 രൂപ. പിന്നെ 1 കിലോ ഉള്ളി, ചുവന്നുള്ളിയാണ് 95p ആണ്, അതായത് 95 രൂപ. പിന്നെ ഇവിടെ വൈറ്റ് ഓണിയനും കിട്ടും കേട്ടോ. ഏകദേശം സെയിം റേറ്റ് തന്നെ, 99p, 99 രൂപയാണ്. പക്ഷെ എന്താണ് ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ. പിന്നെ ഇതാ നമ്മുടെ പൊട്ടാറ്റോ 1.79 ആണ്, 179 ഒരു പാക്കറ്റ്. പിന്നെ ക്യാരറ്റ് ഒരു പാക്കറ്റ് 65p, 65 രൂപ. ക്യാബേജ്, ചുവന്ന ക്യാബേജ് ആണ്, 75p ആണ്, 75 രൂപ. ഇത് കുക്ക്ഡ് ബീട്രൂട്ട്, അതായത് വേവിച്ച ബീട്രൂട്ട് 59p ആണ് ഒരു പാക്കറ്റിന്, അതായത് 59 രൂപ. പൗണ്ട് റേറ്റും ഇന്ത്യൻ മണിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലാവുണ്ടല്ലോ അല്ലേ? എവിടെ ഇതിൻ്റെ ബോർഡ്? 99p. വാട്ടർമെലൺ 1 kg 99p ആണ് കേട്ടോ. ദെൻ നമ്മൾ നേരെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ്. ആപ്പിളാണ്, ഒരു പാക്കറ്റ് ആപ്പിൾ 2.49p, 2.49p, അതായത് 249 രൂപ. ദെൻ നേരെ ഓറഞ്ച് അല്ല, ഇതൊരു പീലേഴ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒരു ഓറഞ്ച് ടൈപ്പ് സാധനമാണ്. 1.19p ആണ്, 119 രൂപ. ഒന്നിൽ എനിക്ക് തോന്നുന്നു 7-8 പീസ് എന്തോ ഉണ്ട്. പിന്നെ നമ്മുടെ ലെമൺ 65p, 65 രൂപ, 4 എണ്ണം ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ടൊമാറ്റോ, ഇതിലൊരു എനിക്ക് തോന്നുന്നു 6 പീസസ് എന്തോ ആണ്, അത് 95p ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൊമാറ്റോസ് ഉണ്ട്. ഇവിടെ ഒരു ചെറി ടൊമാറ്റോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു ടൊമാറ്റോ ഉണ്ട്, 1.35p, 135. പിന്നെ ഒരു ഫാമിലി പാക്ക് ടൊമാറ്റോ ഉണ്ട്, 1.99, 199 രൂപ. പിന്നെ സാൾട്ട് ഇങ്ങനെയാണ് വരുന്നത്, 75pൻ്റെ ബോട്ടിലാണത്, 75 രൂപ. ആ ഷാപ്പിലേക്ക് എന്തായാലും നമ്മളില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു എൻട്രൻസ് സ്റ്റോറിൻ്റെ അടുത്തായിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്. ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, ഗിഫ്റ്റ് കാർഡ്സ്, അതിൻ്റെ ഒപ്പം നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒക്കെ മന്ത്ലി കാർഡിൽ റീചാർജ് ചെയ്യുന്ന കാർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നെറ്റ്ഫ്ലിക്സിൻ്റെ മന്ത്ലി പേയ്മെൻറ്റ് കാണിക്കുന്നത് 25 പൗണ്ടാണ്, അതായത് 2800 രൂപ. ദെൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് സ്ട്രോബെറി. നമ്മുടെ സ്ട്രോബെറി ഇങ്ങനെ ഒരു പാക്കിൽ വരുന്നത് 2.99, അതായത് 299 രൂപ. അതാ പിന്നെ നടത്തുമെന്ന് എടുക്കാൻ പറഞ്ഞു വീഡിയോയിൽ, അതുകൊണ്ട് എടുക്കുന്ന കേട്ടോ. പിന്നെ മിക്സഡ് ഗ്രേപ്സ് 1.79p, 179 രൂപ. നമ്മളെപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോഴും ലിഡിലിൻ്റെ ആപ്പിൽ ഇങ്ങനെ ലിഡിൽ പ്ലസ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അത് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ പോയിന്റ് കിട്ടും. അപ്പോൾ ഈ പോയിന്റുകൾ കിട്ടുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അതിലിങ്ങനെ ഓഫേഴ്സ് വരും. ചില സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം, ചിലതിന് ഇത്ര % ഓഫറൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എപ്പോഴും ലിഡിൽ വരുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട്, എന്തെങ്കിലും ഓഫർ ഉണ്ടോ, എന്തെങ്കിലും ഇത്ര % ഡിസ്കൗണ്ട് ഉള്ളത് നമുക്കിപ്പോൾ ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കേട്ടോ. നമ്മുടെ ഫ്ലാറ്റിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ആയുസില്ലാത്ത സാധനങ്ങളാണ് ഈ നട്ട്സും സ്നാക്സൊക്കെ. എങ്ങനെയാണ് തീരുന്നതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പ്രൈവറ്റായിട്ട് വാങ്ങണമെന്ന് പറഞ്ഞ് നിൽക്കണം അവിടെ. നോക്കിക്കോ, മിനറൽ വാട്ടറിൻ്റെ ഒരു മിനി, അതായത് ഒരു മീഡിയം ബോട്ടിലാണ് ഈ 42p കേട്ടോ, അതായത് 42 രൂപ. അങ്ങനെ അവയിലേക്ക് നോക്കി കുറച്ച് സാധനങ്ങൾ വാങ്ങി നമ്മൾ ലിഡിലിന് ഇറങ്ങി. വീട്ടിലേക്ക് എത്താനൊന്നും വെയിറ്റ് ചെയ്തില്ല, പുറത്തേക്ക് ഇറങ്ങാനുള്ള നേരം ഉണ്ടായുള്ളൂ. നമ്മൾ ഓപ്പണിങ്ങും മീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ദിവസത്തെ കാലയളവേ ഉള്ളൂ എന്ന്. ഈ ബോർഡ് കണ്ടോ, എവരി പാർസൽ ഷോപ്പ്. ഇത് ചില ഓഫ് ലൈസൻസ് ഷോപ്പുകളുടെയൊക്കെ ഫ്രണ്ടിലുണ്ടാവും കേട്ടോ. ഈ എവരി, പിന്നെ റോയൽ മെയിൽ എന്നൊക്കെ പറയുന്നത് ഒരു കൊറിയർ സർവീസാണ്. അപ്പം നമ്മൾ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഷെയിൻ അതുപോലത്തെ സാധനങ്ങൾ വാങ്ങിയിട്ട് റിട്ടേൺ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഷോപ്പുകളിൽ, ഈ ബോർഡുള്ള ഷോപ്പിലാണ് കൊടുക്കേണ്ടത്.
നടന്ന് മടുത്തപ്പോൾ പിന്നെ നമ്മുടെ പതിവ് പോലെ അടുത്ത പ്ലാൻ ഈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് വിങ്സും ബർഗറും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരു സ്പേസ് കണ്ടുപിടിച്ച് ഇരുന്ന് കഴിക്കുക കേട്ടോ. ഒരു ശ്രീലങ്കക്കാരൻ്റെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. ചേട്ടനും ഞാനും നല്ല കമ്പനിയായി. എനിക്ക് 2 ചിക്കനൊക്കെ എക്സ്ട്രാ തന്നു. കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്നത്തെ ദിവസം തീർത്ത് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.